ഹായ് ഗൈസ്, പുതിയയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കളക്ട് ചെയ്ത് നോക്കുകയാണ്. പുതിയ അപ്ഡേറ്റ് ഒക്കെ വന്നിട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് ഇൻസാഗിയുടെ ഒരു കാർഡ് വന്നിട്ടുണ്ട്. എന്താ പറയുക, ഈ സംഭവത്തിൻ്റെ ഒരു കാർഡാണ്, മറ്റേ ആനിമയൊക്കെ കൊളാബ് ചെയ്തൊരു കാർഡാണെന്ന് ഇവർ പറയുന്നത്. എന്തായാലും നോക്കട്ടെ. ബ്ലൂ ലോക്ക് കൊളാബറേഷൻ എന്നാണ് ഇവർ ഇതിൽ കാണിക്കുന്ന സംഭവം. ഇനി ഇപ്പോൾ ക്യൂബോർഡ് ഒരു കാർഡും കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നെക്സ്റ്റ് കളക്ഷനിലേക്ക് പോകാം. ചാൻസ് ഡീലുണ്ട്, അതേപോലെ ലോഗിൻ ബോണസ്, അതെന്തൊക്കെയാണ്. പിന്നെ ലോഗിൻ ബോണസ് ഉണ്ട്, 10,000 ഒരു ട്രെയിനിങ്. ഞാൻ ഈ കാണുന്ന കോയിൻസ് എന്തായാലും ഇന്ന് കളക്ട് ചെയ്യില്ല, കാരണം ഇത് ഐഫോണാണ്. ഇതിൽ കളക്ട് ചെയ്ത് എൻ്റെ ആൻഡ്രോയിഡ് കോയിൻസ് അല്ലെങ്കിൽ ഇത് ഇവിടെ തന്നെ ആയിപ്പോവും, മറ്റേ പൊടി പിടിച്ചിടന്നു. പിന്നെ നമുക്ക് കുറേ സാമ്പിൾ ലോക്ക് പാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പാക്ക് എടുത്ത് നോക്കാം. അതിൽ നമുക്ക് എന്തായാലും രണ്ട് ചാൻസ് ഡീലുണ്ട്. രണ്ടിലേതെങ്കിലും ഒന്ന് കിട്ടുമായിരിക്കും. ഓക്കെ, ഈ ഒരു പാക്കിൽ ഏതൊക്കെയാണ് പ്ലേയേഴ്സ് ഉള്ളതെന്ന് മനസ്സിലാകും. അങ്ങനെയാണ് പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് എടുത്തിട്ടും കിട്ടുന്നില്ല, ഇതെടുത്തിട്ടും കിട്ടുന്നില്ല. പൈസ അവിടെ ഉണ്ട്, അതെടുത്താൽ മനസ്സിലാകാൻ പറ്റും എത്ര പ്ലേയേഴ്സ് ഉണ്ടെന്ന്. ഏകദേശം നമുക്കൊരു ഇത് കിട്ടാൻ ജസ്റ്റ് നോക്കാന്നുള്ള. ഞാൻ ഡീറ്റെയിൽസ് ഒന്നും എടുത്ത് നോക്കില്ല, കാരണം ഡീറ്റെയിൽസ് എടുത്ത് നോക്കി ഇതെന്താ ലോഡിങ് പോയാ ഇടിച്ചോയാ മെയിൻ്റെനൻസ് ആയാ എടാ പോയടാ. ഹലോ, കാണുന്നില്ലല്ലോ. ഓക്കെ, വരുമായിരിക്കും വിചാരിക്കാം. വന്നു. ഓക്കെ, കെയിൻ്റെ ഒക്കെ കാർഡുണ്ട്. കെയിനെ കണ്ട് കിട്ടിയാൽ മതി. കെയിൻ്റെ നമുക്ക് ഫീച്ചേർഡ് കാർഡൊന്നും ഇല്ല ഇതുവരെ തൽക്കാലമായിട്ട്. എന്തായാലും ഓപ്പൺ ചെയ്ത് നോക്കാം. ദാറ്റ് നല്ല കിട്ടില്ല ഗ്രാഫിക്സാണ് ഗൈസ്. ഓക്കെ, പിന്നെ എന്തായാലും നമുക്ക് പച്ചയാണ്, കൺഫേം ആണ്, ഫീച്ചേർഡ് ആണെന്ന് അറിയാലോ. അതുകൊണ്ടാണ് ഇത് നല്ലൊരു സംഭവമാണ്. അപ്ഡേറ്റ് കുറേ സംഭവങ്ങളൊക്കെ വന്നിട്ട് നമുക്ക് നോക്കാം. ഗർണാച്ചോ ഇതെന്താ മുടി ഇങ്ങനെ മറ്റേ സാധനം കൊളാബ്. ഓക്കെ. അപ്പം പ്ലെയർ ഡാറ്റ അങ്ങനെ തന്നെ മാറി നിന്നില്ല, ഈ ഒരു കാർഡ് മാത്രമായിട്ട് മാറിയിട്ടുണ്ടാവും. അതെന്തായാലും കിടിലം സംഭവം. വലിയ രസമൊന്നുമില്ല, മുടിയാണ്, പക്ഷേ എന്നാൽ കുഴപ്പമില്ല. ഇനി ഏതാണ് ചാൻസ് ഡീലുള്ളത്? വേൾഡ് വൈഡ്. ഓക്കെ, 11 ടസ്കൊള്ളൊരു ബാക്ക് കിട്ടും. എടാ എംബാപ്പെ മുത്തുമണി വന്നിട്ടുണ്ട് ഗൈസ്. എൻ്റെ അടുത്ത് ഓൾറെഡി ഫീച്ചേർഡ് എംബാപ്പയാണ്. എനിക്ക് എംബാപ്പെ ഭയങ്കര കാര്യമാണ് ഫീച്ചേർഡ് വന്നാൽ. ഞാൻ എങ്ങനെ വന്നാലും ജസ്റ്റ് കറക്കി വെക്കും. എന്തായാലും നമുക്ക് ബാക്കിയുള്ളൊരു കോയിൻസും കൂടി ഉണ്ട്, 10-200 കോയിൻസ് മറ്റേ ആപ്പിലുണ്ട്, അതും മറ്റേ ആൻഡ്രോയിഡിലുണ്ട്. അപ്പോൾ അതും കൂടി കറക്കിയിട്ട് നോക്കാം എംബാപ്പിനൊക്കെ വേണ്ടിയിട്ട്. ഞാൻ ഇപ്പോൾ ഹാളൻ്റെ എംബാപ്പെ വന്നാൽ പോക്കും ഗൈസ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഹാളൻ്റെ വന്നപ്പോൾ ഞാൻ പൊക്കിയത്, ഞാൻ കാണിച്ചത് ഇവിടെ. ഓക്കെ, എംബാപ്പെ എടാ എനിക്കെന്തോ ഭയങ്കര ഭാഗ്യം. ഞാൻ പറഞ്ഞിട്ടുള്ളൂ പൊക്കൂന്ന്, പക്ഷേ കിട്ടില്ല. ഞാനിത് കോളേജിൽ നിന്ന് വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സ്ക്രീൻഷോട്ടാണ്. കോളേജിൽ നിന്ന് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഭയങ്കര ടാസ്ക് അവിടെ നിന്ന് റെക്കോർഡ് ചെയ്യലും കാര്യങ്ങളും. ഇനി നമുക്ക് എംബാപ്പേനെ കിട്ടി. നമുക്ക് എന്താ പറയുക, ഒരു പ്ലെയേഴ്സിനെ കുറേ കാലത്തിന് ശേഷം ഒരു ആഗ്രഹിച്ചൊരു പ്ലെയർ നമുക്ക് കിട്ടുന്ന പ്ലെയർ വെച്ചാൽ കഴിഞ്ഞ വർഷത്തല്ല ഹാലൻഡില്ലേ, അവനെ കിട്ടിയ ശേഷം ഇപ്പാണ് കുറേ കാലത്തിന് ശേഷം കിട്ടുന്ന സംഭവം. ഇനിയിപ്പോൾ ഈ സംഭവം നിങ്ങൾക്ക് മനസ്സിലായി കാണും. പക്ഷേ എന്താ വെച്ചാൽ ഓക്കെ, നിങ്ങളെല്ലാവരും കണ്ടാണെന്ന് തോന്നുന്നു. ഞാനിപ്പോൾ വീഡിയോ ഇടുമ്പോഴത്തേക്ക് ഏകദേശം എല്ലാവരും കണ്ടാണോ. സംഭവം എന്തായാലും കിട്ടുന്ന അപ്ഡേറ്റ് അതിനുണ്ട്. കസ്റ്റം ഫോർമേഷനൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ഇനിയിപ്പോൾ വേറെയും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് തന്നെ സ്വന്തമായിട്ട് അങ്ങ് ഇഷ്ടമുള്ള ഫോർമേഷൻ ഇടാം. അത് നമുക്ക് ഇഷ്ടമുള്ള ടീമിൽ, നമ്മുടെ സ്വന്തം ടീമിൽ. ഇനിയിപ്പോൾ അത് കണ്ട ടീമൊന്നും ഇട്ടേണ്ട ആവശ്യമില്ല. ഫുള്ളും കിഡിലും ഫോർമേഷൻസൊക്കെ ഇടാൻ പറ്റും. ഇനിയിപ്പോൾ എംബാപ്പെ ഞാൻ പിടിച്ചിട്ടിട്ട് ഇത് 101 പോകുന്ന 101 പോയിട്ടുണ്ട്. PSG കിട്ടില്ല എംബാപ്പെ. എൻ്റെ ഓൾറെഡി ഉള്ളതും ഫീച്ചേർഡാണ്. ഇതിലൊക്കെ നോക്കട്ടെ. 91 ഓവറോൾ, ബോൾ ഫിനിഷിങ് 95, 94. യെസ് ഗൈസ്, ഇത് മതി. എൻ്റെ മറ്റേ എംബാപ്പെ അങ്ങനെ ബെഞ്ചിലേക്ക് പോയിരിക്കുകയാണ് ഗൈസ്. അപ്പം ഇത്രേ ഉള്ളൂ. ഇനിയിപ്പം ഞാൻ ഹാലൻഡ് നിങ്ങൾ കണ്ടല്ല, പിന്നെ എന്തായാലും ഫോർമേഷൻ വെറുതെ ഇട്ടോട്ടെ. അവിടെ എവിടെയും കൊണ്ട് പോയി ഇട്ടോക്കാം വെറുതെ. SS ആണുള്ളത്. ഓക്കെ, DMF ഒരാൾ, മിഡ് ഒരാൾ, ഒരു 3 ബാക്ക് കട്ടെ. CB കട്ടെ. എന്നിട്ട് നമുക്ക് അവനെ മാറ്റാം. CMFിലേക്ക് വന്നു തോന്നി. അതെന്തായാലും നമുക്ക് മാറ്റാം കൈസ്, മാറ്റാം സാധനത്തിലേക്ക് മാറ്റാം. ഓക്കെ, CBയിലേക്ക് കയറി. ഇനി നമുക്ക് റോഡിഗറിനെ അവിടെ എടുത്തിട്ടോക്കാം. റോഡിഗറിനെ അവിടെ എടുത്തിട്ടാൽ ഓക്കെ. വെറുതെ ഇട്ട സാധനമാണ്. ഇതൊക്കെ ഇട്ട് കളിച്ചാൽ കിടിലാവുമായിരിക്കും. പിന്നെ എന്തായാലും നമുക്ക് മറ്റേ ഫോർമേഷൻ കളിക്കുന്ന ഇത് കിട്ടൂല എന്ന്. നമ്മളെന്തായാലും കസ്റ്റമായിട്ട് ഇട്ടിട്ട് നല്ലൊരു സാധനം നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സാധനം നിങ്ങൾ കളിപ്പിച്ച് നോക്കുക. എന്തായാലും ഈ ഒരു അപ്ഡേറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനിയും കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഫ്രണ്ട് റിക്വസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ വന്നു. കിഡിലിൻ്റെ അപ്ഡേറ്റാണ് സംഭവം. എനിക്ക് മൊത്തത്തിലൊരു ഇഷ്ടപ്പെട്ടു സംഭവം. ഏകദേശം ഒരു നല്ലൊരു ഇങ്ങനെ വേണം അപ്ഡേറ്റ് വരുമ്പോൾ കുറേ ചേഞ്ചസ് ഒക്കെ വന്നു. നമ്മൾ ആഗ്രഹിച്ച സാധനങ്ങളൊക്കെ കിട്ടും, എന്നാലും അതിൻ്റെ ഒരു വാല്യൂ കിട്ടും. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഫ്രണ്ട് റിക്വസ്റ്റും ഫ്രണ്ട്സിൻ്റെ ലിസ്റ്റൊക്കെ കാണാൻ പറ്റിയ സാധനം. നമ്മൾ പണ്ടുണ്ടായ സംഭവമാണ്. നമ്മളെ ഫ്രണ്ടിൻ്റെ ലിസ്റ്റ് കാണാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ ഇതാ പെൻഡിങ് റിസീവ്ഡ്. അപ്പോൾ പെൻഡിങ്ങിലൊക്കെ പോയിക്കാൻ നിങ്ങൾക്ക് ഇവിടെ ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. യൂസർ നെയിം അടിച്ചിട്ട് അങ്ങ് അയച്ചാൽ മതി. പണ്ട് നമ്മളിൽ ഉണ്ടായ ഒരു ഓപ്ഷനാണ്, നമുക്ക് ഇപ്പോൾ മിസ്സിംഗ് ആയിട്ടുള്ള ഓപ്ഷനാണ്. വന്ന് എന്തായാലും സെറ്റായി. ഇതേപോലത്തെ കുറേ അപ്ഡേറ്റ്സ് ഒക്കെ ഇനിയും വരണമെന്നുണ്ട്. കിടലായിട്ടുണ്ട് സംഭവം. അപ്പോൾ ഗൈസ്, എന്തായാലും നല്ലൊരു വീഡിയോ വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.